റോബർട്ട് റൈറ്റ് ഈ കാലയളവിൽ 5 ലക്ഷം കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിക്കുവാനാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ മുതിർന്ന കുട്ടികളൊക്കെ സൺഡേ സ്കൂൾ പഠിച്ചു കഴിഞ്ഞ് അവരിവിടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കടയിലുള്ള നമ്മളെല്ലാം പഠിച്ച ഇവിടെ ടീച്ചറായിട്ട് പഠിച്ചത് എങ്ങനെയാണ്? ആദ്യം താഴോട്ട് പഠിച്ചു അല്ലേ? 9ാം ക്ലാസ് വരെ പഠിച്ച ഡിഗ്രി എടുത്തു. അതിന്റെ മേലോട്ട് ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പോയത്. ഇവിടെ പഠിച്ചു നിൽക്കുന്നവർക്ക് പഠിപ്പിക്കുവാൻ അധ്യാപകരുടെ കുറവാണെങ്കിൽ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുവാൻ അവർക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത് 1880 സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഇംഗ്ലണ്ട്, അത് ജയിലിലാണെങ്കിലും ശരിക്കും അതിന്റെ തുടക്കം ഒരു വീടിന്റെ അടുക്കളയിലായിരുന്നു. റോബർട്ട് റൈസ് ആണ് തുടങ്ങിയത്. അതൊരു വലിയ വിജയമായി മാറുവാനിടയായി. അനേക കുഞ്ഞുങ്ങൾ നാശത്തിലേക്ക് പോയപ്പോൾ അവരെ ദൈവകൃപയിലേക്ക് നടത്തുവാൻ ആ സൺഡേ സ്കൂൾ പഠനം ഇടയായതുകൊണ്ട് 5 ലക്ഷം കുട്ടികൾ റോബർട്ട് റൈസ് മരിക്കുന്നതിന് മുമ്പായി കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനിടയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കും.
നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഈ മൈലിൽ നിന്നും നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നാം ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് ഉപേക്ഷിച്ച് കളഞ്ഞതൊന്നും വീണ്ടും എടുക്കുവാൻ പാടുള്ളതല്ല. 2 പത്രോസ് 2:21-22 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: തങ്ങൾ കേൾപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ശ്രദ്ധയ്ക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് ഭവിച്ചു. താങ്ക് യു. യേശുവിൻ പിൻപേ പോകും ഞാൻ പിന്മാറാതെ ഞാൻ മാറാതെ പിന്മാറാതെ ഞാൻ മാറാതെ കള്ള സഹോദര നിന്ദിച്ചെന്നാലും കള്ള സഹോദര മനസ്സിലാവും. പണ്ട് സൺഡേ സ്കൂളിൽ പോയിട്ടും ഇല്ല, ഇത് ശുശ്രൂഷിക്കാൻ വേണോ ഒന്നും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ഞാൻ 10-70 പുസ്തകം ഉണ്ടെന്ന് തോന്നുന്നു. 30 ഓർമ്മകൾ എന്താണൊക്കെ എഴുതി വെച്ചു. എന്താ ചെയ്യാനാണ്? തോട്ട് പാടായി കിടക്കുന്നത്. വേറെ ഒരു ചുമ കുറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇതൊന്നും വായിച്ചിട്ട് മനസ്സിലാവില്ല. ആള് തന്നെ പറഞ്ഞ് പ്രസംഗിക്കാൻ ഉള്ളതല്ലേ. മറ്റേ വെളുപ്പാടൊക്കെ വായിച്ചു യേശുവിന്റെ ഭരണനെ കുറിച്ച് വരുന്നത്. ഞാൻ പാസ്റ്ററിന് വേണ്ടി ഞാൻ ബുക്ക് വെച്ചിട്ടുണ്ട്. ന്യൂജൻ സഭകളിൽ യൂസ് ചെയ്യുന്ന 101 ഉണ്ടായിപ്പോയി.
ഇതങ്ങോട്ട് വാങ്ങിക്കാം. ഇത് കൊള്ളാലോ, ഇവിടുന്ന് സംഘടിപ്പിച്ചത്. എന്റെ പാസ്വേഡ് ഇതിന്റെ അപ്പുറം ഞാൻ ചെയ്യും. തന്ന പൈസക്ക് എന്തായാലും നീ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ടല്ലോ മോനെ. അത്ര പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഒന്നും തികയുന്നില്ല. ഇവിടെ ഇവനെ അതൊക്കെ തരാം, നീ വിട്. ഇതിനകത്ത് എന്ത് മറ്റേ 53 എടുക്കും. ഓ മറ്റേ എണ്ണ പ്രാർത്ഥിച്ച് തേച്ച് സൗഖ്യപ്പെടുക ആൾക്കാരൊക്കെ അപ്പൊ കൂടി വരുമല്ലേ. പിന്നല്ലാതെ റിബൺ വീശിയുള്ള ആരാധന. ആ റിബൺ വീശിയുള്ള ആരാധന ഇതൊക്കെ നമുക്ക് ഇത് ആള് എത്ര ദിവസം മുന്നേ പരസ്യം കൊടുത്തേ, ഒരുത്തരെയും കാണാനില്ല, ഈച്ച അടിച്ചോണ്ട് ഇരിക്കുക. ഇന്ന് വരും, ഇതൊക്കെ പ്രയോഗിച്ചാൽ വരും, അല്ലാതെ ഇതൊക്കെ വായിച്ചോണ്ടിരുന്ന എന്തെങ്കിലും വരുമോ? ഇത് വിശ്വസിച്ച് കോട്ടൊക്കെ വാറാൻ എടുത്ത് പോയില്ലേ. എന്താ വന്ന നല്ല ആത്മാർത്ഥമായിട്ട് ഞമ്മ വിളിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മാസമേ. ഹലോ, അമ്മാമ്മ മോളെ വിദേശത്തേക്ക് ഞാൻ ഉടനെ പ്രാർത്ഥിച്ചയക്കുന്നുണ്ട്. പൈസ മേടിച്ചു പോയി, കട്ടി പോയി. കേസാക്കുന്നൊക്കെ പറയുന്നത്, കേസാക്കും പറയും. ഇതിന് മുന്നിൽ നടക്കാം. ഇന്നത്തെ ആരാധനയൊക്കെ കഴിയട്ടെ. വന്നെന്ന് തോന്നുന്നു. വന്നിട്ടുണ്ട്. ഓ എനിക്ക് പ്രവചിക്കണോ? എനിക്ക് അവരോട് എന്റെ പ്രതിമാസം മെമ്മോറി ഇട്ടാണോ പ്രവചിക്കുന്നത്? ഡ്രസ് മാറ്റി വളരെ വയറല്ലേ. മാത്രമല്ല ഡ്രസ് മാറ്റിയിട്ട് വന്നിട്ടില്ല. ജനങ്ങൾ തെറ്റിയിരിക്കും. ഓക്കെ സ്തോത്രം. അച്ചായോ ഒന്നില്ല സുഖം. എന്റെ പേര് ടിങ്കു. ഇന്ന ഉണർവ് യോഗം മോനെ മാസ്റ്റർ എങ്ങനെയുണ്ട്? നല്ല മാസ്റ്റർ എങ്ങനെയുണ്ട്? അച്ഛൻ കൈവൊന്നും കാണത്തില്ലേ? കൈക്കിനകത്ത് അനേക സൗഖ്യം പോകും. ശരി. അച്ഛന്റെ പേരെങ്ങനെ? മേജർ തമ്പി സാർ. സാറ് പട്ടാളത്തിലാണ് അവരൊക്കെ വിളിക്കുന്നേ. സാർ എവിടുന്നാ? മോനെ കൊട്ടാരത്തില്. കൊട്ടാരക്കരയില് ദേവദാസിനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നുള്ളത്. അതെ കുറെ നാളായിട്ട് വരും. മോനെ കണ്ടോ? ഞാൻ വളരെ കുറച്ച് കഴിക്കുന്നു. 10-20 ചപ്പാത്തി മാത്രോ? എന്നിട്ട് വയറിങ്ങനെ പെരുകി വരുവാ. ഇതൊന്ന് സിസ്റ്റർ അതിന് എണ്ണ തേച്ചത് മോനെ പിന്നെ മറ്റേ പിള്ളേരെ കാണുമ്പോൾ കളിയാക്കിയത് കൈ പിടിച്ച് നടന്നിട്ടില്ല. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. മാസ്റ്റർ പിടിച്ചില്ല, പെൺപിള്ളേരല്ല, എല്ലാവരും വന്ന് പിടിച്ചു വെച്ചാൽ എങ്ങനെ ദൈവത്തിന്റെ ഡയറക്റ്റ് പിടിച്ചില്ലേ? പെൺപിള്ളേർ കാണാൻ കൂടെ ഇങ്ങോട്ട് എടുക്കട്ടെ. എണ്ണ തേക്കുള്ള ശുശ്രൂഷ 3000 രൂപ. മസാജ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച വെള്ളം ഇത് കുടിച്ച് അച്ചാന്റെ 6 പാക്ക് ആവും. ഇവിടെ കുറവ് കൂടുതലൊന്നും ഇല്ല, എല്ലാം ഉണ്ട്. 3000 രൂപ പൈസ ഇല്ലാതെ ഞാൻ പേടിച്ചെടുത്തില്ല. ഗൂഗിൾ പേ ഉണ്ട്. ആ സിംഗിൾ പേ ഉണ്ടോ? മോനെ തിങ്കൾ ഗൂഗിൾ പേ എത്തിയിട്ടുണ്ട്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ സാർ. ഉണ്ടോ? മണ്ടേന്റെ ശബ്ദം പൈസ കിട്ടണോ? മണ്ടേന്റെ ശബ്ദം. ആരാധനയൊക്കെ ഇവിടെ അവിടുന്ന് ആരാധന ഇവിടെ തന്നെ ആട്ട് പറഞ്ഞു ചിലപ്പോ ഇങ്ങോട്ടിരി. ഓക്കെ റിസീവ്. എന്റെ അവിടുത്തെ വില പോകത്തില്ലേ? പോകും
പക്ഷേ ഇവിടെ ഈ ഫോണിൽ നിന്ന് എപ്പോഴും കണ്ണെടുക്കുന്നില്ല, ഇത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുവാ. നമ്മുടെ പേരെന്താ? കണ്ടോ? വളരെ ദോഷമാണ്. ഈ ഫോൺ തന്നെയാണ്. ഇതെങ്ങനെയെങ്കിലും പാസ്വേഡ് രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മതി. ഇവന്റെ എങ്ങനെയെങ്കിലും ഈ ഫോൺ അഡിക്ഷൻ മാറ്റിയാൽ മതി. നമുക്ക് ഇരുന്ന് സംസാരിക്കും. ഞാൻ അങ്ങനെ നെയ്യാറ്റിൻകര. പേര് എന്റെ പേര് മേരിക്കുട്ടി. മേരിക്കുട്ടി. നെയ്യാറ്റിൻകരയിൽ ദാസനെ കാണാൻ അതെ അതെ, ദാസനെ ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഈ ഫോൺ എല്ലാ അഡിക്ഷന്റെ ആത്മാവും എനിക്കത് മതി, എനിക്കത് മതി. മോളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതി. ഞാൻ എത്ര പൈസ വേണമെങ്കിലും തരാം. കണ്ടിട്ട് തോന്നുന്നത് റിബൺ കുറിച്ചുള്ള ആരാധന ഉണ്ട്. അത് മാറ്റിയാ എല്ലാം മാറുമോ? മാറും. എന്നാ അത് മതി, അത് മതി. അതിനൊരു 2000 രൂപ ചേരും. 2000 രൂപ അത്ര എടുക്കാൻ ഇപ്പൊ ഇല്ല. എത്ര ഉണ്ട്? ബാക്കി EMI ഉണ്ട്. ഇപ്പൊ 1000 ഉള്ളൂ. ഞാൻ ബാക്കി EMI ആയിട്ട് അടയ്ക്കാം. നീ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ എത്ര പൈസ വേണമെങ്കിലും അയച്ചു തരാം. പക്ഷെ എന്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രക്ഷിക്കും ഞങ്ങള്. കേട്ടോ കേട്ടോ, ഞാൻ ഫോണാണേ. ഇതൊക്കെ പറയുന്നത് അറിയോ? മനസ്സിലായി. നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ജനങ്ങളെ വീഴുന്നില്ല. എനിക്ക് തന്നതല്ലേ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തൊഴിലുറപ്പിന് പോയി 500 രൂപ കിട്ടും. കൊയ്ത്താനം വരട്ടെ, പിന്നെ അവിടെ തരുന്നില്ലേ പൈസ? എനിക്ക് കൂടുതൽ തന്നാൽ ഞാൻ ചെയ്യാം. ഇന്നത്തെ ഒരു ബിരിയാണി പാഴ്സല് പൈസ ഇന്ന് സാക്ഷ്യത്തിൽ പിടിക്കണം. പിടിക്കും പിടിക്കും. പ്രാർത്ഥന. പിന്നെ 2 ബിരിയാണി ഡിക്ക് ബ്രദറെ അവരോട് നല്ലോണം പെർഫോം ചെയ്യാൻ പറയണം. എല്ലാവരെയും ആരാധിക്കണം പറയണേ. എല്ലാവരും അവിടെ നിന്ന് ആരാധിക്കണം. ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. 2 ബിരിയാണി എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം. 2 4 ഇരിക്കണം. ഏതാണോ കൊച്ചനെ നിന്റെ പേര്? ടിങ്കു. ടിങ്കു? നിന്റെ പേരാണോ? അച്ഛന്റെ പേരെങ്ങനെ? എന്റെ പേര് പത്രോസ്. പത്രോസ്. ശിഷ്യനാ? ഞാനൊരു പാരമ്പര്യ വെള്ളിക്കോസുകാരനാണ്. ഞാൻ പോകുന്ന സഭയിലെ ഒരു ഉണർവൊന്നുമില്ല. ഇവിടെ നിന്ന് ഉണരും. ഒരു ഉണർവില്ല. പണ്ടത്തെ പോലുള്ള ഒരു അഭിഷേകമൊന്നുമില്ല. ആർക്കൊണ്ടിപ്പോ രോഗസൗഖ്യമൊക്കെ അതൊന്നും നടക്കുന്ന പോലുമില്ല. എനിക്കത് നടക്കാനും വേണ്ട, എഴുതിയും അധികമില്ല. വല്ലാത്തൊരവസ്ഥയിലൂടെ ഞാനിങ്ങനെ പോവാം. അപ്പൊ ഞാനിങ്ങനെ ടിവിയിൽ ജിനുപാസന്റെ ശുശ്രൂഷ കണ്ടു. എനിക്ക് എന്തൊരു ശുശ്രൂഷയാ പുള്ളിക്കാരൻ. ആ പുള്ളിക്കാരനെ ഒന്ന് കാണണം, ദർശിക്കണം. ദർശിച്ച് കഴിഞ്ഞാൽ തന്നെ പാതി അസുഖം. അപ്പൊ ടിവിയിലെന്നും ഞാൻ കാണും ജിനുപാസൻ. എന്റെ 3 മക്കളും കാനഡ. പിന്നെ ഒരാള് ഇവിടെ പോലീസിൽ. എത്ര അതെ, 3 പേരും ജോലിയുണ്ട്. എത്ര വിളിച്ചാലും ജോലി. നമുക്ക് ഓരോ പ്ലാൻ അനുസരിച്ച് അച്ഛന്റെ ഈ രോഗങ്ങളെല്ലാം മാറണമെങ്കിൽ 12,000 രൂപയുടെ 12,000. മക്കളൊക്കെ കാനഡയിലല്ലേ, ഇങ്ങോട്ട് പൈസ അയക്കാൻ പറ. 12,000 12,000 അതെടുക്കും. അല്ല, അഭിഷേകമൊക്കെ ഇവിടെ കൊടുക്കുന്നത് കേട്ടത്. ഇല്ലെങ്കിൽ തരും. അഭിഷേകമൊക്കെ ഉണ്ട്. അത് പണ്ടേ ബാധിച്ചു, ചിലപ്പോ പ്രായത്തിലേ ബാധിച്ചു. അപ്പൊ എണ്ണ തൊട്ട് അച്ഛന്റെ 2 ചെവിയിൽ ചെയ്യും. പിന്നെ ആ പൂവാല വിഷുവുള്ള ശുശ്രൂഷ അത് വേണം. അതുകൂടെ ചേർത്താ 12,000. പൂവാല വിഷു പിന്നെ തൈര് വെള്ളത്തിൽ കേടാ വെച്ച പൈസ എന്നെ തരുന്നതാണ്. എല്ലാം കൂടെ 12,000 രൂപ. ഈ മാസത്തെ ദശാംശം കൂടി ഇല്ല. ഓക്കെ, ചെന്നൈ ഇങ്ങോട്ടേക്ക് ജൂലൈ മാസം വരുമ്പോ എന്നെ ആദ്യം കാണാൻ പറയണേ. പത്രോസ് കൂടി പെട്ടെന്ന് പിടിക്കാൻ പറ്റും. ടാക്ടിക് പ്രവചിക്കാനുള്ളതായി. പിന്നെ എന്തൊരു ഇതെല്ലാം
കാട്ടി കൂട്ടണം. 19,000 രൂപ എങ്ങനെ പിന്നെ എടുക്കണം? എങ്ങനെയും ഇന്ന് ഇത് ഇന്നും നടന്നില്ലെങ്കിൽ നിന്റെ പലരിക്കത്തോടെ തുടങ്ങണം. ഓക്കെ, ഗ്ലോറി. കർത്താവ് അനുഗ്രഹിക്കും. എന്നതാ പേര്? പട്ടാളത്തിലായിരുന്നു. അതിർത്തിയില് 147 പാകിസ്ഥാൻകാര് നമ്മളെ 14. ഞാൻ അപ്പോഴേ ഓടുണ്ട് തീർത്തും പിടിച്ചല്ലോ അപ്പോഴേ കുറ്റാക്കൂടിയിട്ട് 147 പേരെ ഉള്ളത്. ഞാൻ അങ്ങനെ ഒരു ബ്ലോക്ക് ഒറ്റ മണി 97 പേര് കാറ്റി. ഒറ്റ വെടിക്ക് 97 പേരല്ലേ? ഈ പിടിക്കാണെങ്കിൽ 97 അല്ല 100 പേര് അല്ല സാർ, ഈ കുറ്റാക്കൂടിയിട്ട് നിങ്ങൾ 147 പേരാണോ? അത് പിന്നെ പട്ടാളത്തിൽ എനിക്ക് മാത്രമേ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ വലിയൊരു അനുഭവം കാണാനാണ്. നിങ്ങളെ ഇന്ന് ദൈവം എത്ര ദൂരത്തിൽ അല്ലെങ്കിൽ അതിന്റെ പിന്നെ വലിയൊരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. നമുക്കതുകൊണ്ട് വലിയ കയ്യടിയോട് നമ്മുടെ അപ്പോസ്തൽ ജിനു മോഹനെ ക്ഷണിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. തുടക്കം പിന്നെ ദൈവം അനുഗ്രഹിക്കും. ഓ, എല്ലാ ദൈവമക്കൾക്കും റിവൈവൽ നമ്മൾ ചർച്ചിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം ഇനി എല്ലാ ഞായറാഴ്ചയും വരുമല്ലോ അല്ലേ? ഓ, എനിക്കതാ വേണ്ടി തിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്റെ സഭ തുടങ്ങി പിന്നെ എന്നെ നിലനിർത്തിയ ഒരു ഗാനം 2 വരിയേ ഉള്ളൂ. നിങ്ങളത് ഏറ്റുപാടണം. എവിടെ നമ്മുടെ വർഷപ്പിയുണ്ട്. ആ സിസ്റ്ററെ വരൂ. ആ ഗാനം ഒന്ന് പാടും. നിങ്ങളത് ഏറ്റുപാടണം കേട്ടോ. നിങ്ങൾ ഏറ്റുപാടണം. വേറെ ഒന്നുമല്ല, കൊടുത്താൽ കിട്ടും, കൊടുത്തില്ല നിനക്കിട്ട് കിട്ടും. ഓ, ഏറ്റുപാടാം. സിസ്റ്ററെ ഗാനം പറയും. ഓ, കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും, കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും, കൊടുത്തില്ലേ നിങ്ങൾക്കിട്ട് കിട്ടും, കൊടുത്തില്ലേ നിങ്ങൾക്കിട്ട് കിട്ടും. ഓ, ഈ ഗാനം ഒന്ന് പാടിയിട്ട് ആർക്കും ഒരു ഓണമില്ല. നിങ്ങൾ പോയ സഭകളിലൊക്കെ ഇങ്ങനെ ആയിരുന്നു. ഒരു കാര്യം ചെയ്യാം, പണ്ടത്തെ ഒരു പാട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അത് പാടേണ്ടത് പണ്ടത്തെ പാട്ടൊക്കെ വരച്ച് വല്ല ചവിട്ടുകൊണ്ടേലും കാണാം. നമുക്ക് ദൈവം പുതിയ വീട് തന്നു, ഇനി പുതിയ കാർ വേണം. അപ്പൊ ആ കാർ അങ്ങനെ കാര്യം സിസ്റ്റർ ആ പാട്ടൊന്ന് പാടിയാൽ ഇത്രത്തോളം കാശു തന്ന പുതിയൊരു വീട് തന്ന കർത്താവിന് സ്തോത്രം. ഇത്രത്തോളം കാശു തന്ന ദൈവത്തിന് സ്തോത്രം. പുതിയൊരു വീട് തന്ന കർത്താവിന് സ്തോത്രം. ഇനിയും പുതിയൊരു കാർ തരണേ, സ്റ്റെപ്പ് വെക്ക കൃപ തരണേ. ഓ, ഇനിയും പുതിയൊരു കാർ എല്ലാവരും കാർ കിട്ടും. ദൈവമക്കളെ എല്ലാവരും കാർ കിട്ടും. ഓ, ദൈവം അനുഗ്രഹിക്കണം. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മസംതൃപ്തി അണയാൻ പറ്റിയോ? ആത്മസംതൃപ്തി. ഓ, അല്പസമയം ദൈവമക്കളെ എനിക്ക് ദൈവത്തിന്റെ ഒരു സന്ദേശം നിങ്ങളോട് പറയാം. ദൈവത്തിന്റെ സന്ദേശം ദൈവവചനം ഇങ്ങനെ പറയുന്നു. ഒരിക്കൽ യെരൂശലേമിൽ നിന്ന് എബിദിലേക്ക് പോകുന്നു. ഒരു മനുഷ്യനെ അനേകർച്ച പല കഷ്ണങ്ങളാക്കി തറയിട്ടു, പല കഷ്ണങ്ങളാക്കി. അതിൽ ഒരു കഷ്ണം കിളികൾ കൊത്തിക്കൊണ്ടു, ഒരു കഷ്ണം പാറ പുറത്തു വീണു, ഒരു കഷ്ണം നല്ല വീണു. ശേഷിച്ചത് ഞാൻ 12 വട്ടം, ഞാനല്ല യേശു 12 വട്ടം നിറച്ചു ദേവാലയത്തിൽ കൊണ്ടുപോയി വിറ്റു. 30 വെള്ളിക്കാശ് കിട്ടി. ആ 30 വെള്ളിക്കാശ് വന്നു. ആ 30 വെള്ളിക്കാശ് വന്നു. 30 വെള്ളിക്കാശ് ദൈവത്തിൽ കൊടുക്കണം. ദേവാലയത്തിന് വിധവ 2 വെള്ളിക്കാശ് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ 30 വെള്ളിക്കാശ് ഉള്ളൂ. അത് കൊടുക്ക്. എനിക്ക് കൊടുത്താ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഓ, കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഓ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് ചില ദൂത് പറഞ്ഞു. ഞാനത് ദൈവത്തിന്റെ ശബ്ദമായതുകൊണ്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഞാൻ കേൾപ്പിച്ചു. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് ഇത് കേട്ടിട്ടാണ് നമ്മൾ കൊടുക്കണോ വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇനി ബ്രദറെ ഈ റെക്കോർഡ് പൈസ എത്ര പൈസ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. റെക്കോർഡ് ബ്രദറെ ഇനി പൈസ എത്ര പറ്റിച്ചോളൂ. എല്ലാവരും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ റെഡി ആയിട്ടുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. ഇനി പൈസ എത്ര പറ്റിച്ചോളൂ. എന്തുകൊണ്ടാണ് വിശേഷം? ഞാൻ നിന്റെ പ്രവർത്തികളൊക്കെ കാണുന്നു. നിനക്കെതിരെ പോരാടുന്ന സകല ശക്തികളെയും ഞാൻ മുടിച്ചു കളയുവാണ് ജിനുമോനെ. മോനെടാ, നിന്റെ ഭണ്ഡാരം നിറയ്ക്കാത്തവർ ഭണ്ഡാരം ഞാനും നിറയ്ക്കുന്നത് അക്ക. കേട്ടോ 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 എന്റെ ഭണ്ഡാരം നിറയ്ക്കാത്തവരുടെ ഭണ്ഡാരം ഒന്നും ദൈവം നിറയ്ക്കത്തില്ല. എനിക്ക് താ, അവ നിങ്ങൾക്ക് തരും. ഞാൻ ഒരു അപ്പോസ്തലനല്ലേ? ഞാൻ ശപിച്ച ആ ശാപം നിങ്ങൾക്ക് കിട്ടും. ശപിക്കണോ? ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, നീ ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയം സാക്ഷിയോട് പറയാൻ? കഴിഞ്ഞ ഞായറാഴ്ച ഞാനിവിടെ ആരാധനയ്ക്കായി കടന്നു വന്നത് മക്കളെ. അതിനെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതസാക്ഷ്യമാണ്. ഞാനിവിടെ വന്നു എൻ്റെ ടിക്കുകാരന്മാരുടെ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വിഷമം ടിക്കുകാരനോട് പറഞ്ഞപ്പോൾ ടിക്കുകാരൻ പറഞ്ഞു, സഹോദരി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പാസ്റ്റർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എല്ലാവരും കേട്ടെ, എല്ലാവരും കേട്ടെ. ആ സാക്ഷ്യം ഒന്നുകൂടെ പറ. ടിക്കുകാരൻ എന്നോട് പറഞ്ഞു, നമ്മുടെ ജീവിത പാസ്റ്റർ നല്ലതുപോലെ അത്ഭുതങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാത്ത സഹോദരിയുടെ പേര് ഓ, ഞാൻ ഓർക്കുന്നു. തങ്കമ്മാമി ഞാനവിടെ കഴിഞ്ഞ ആഴ്ച ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു വിഷയത്തിന് മറുപടി എല്ലാവരും കേൾക്കോ, ഉറക്കെ പറയും. ഒരു വിഷയത്തിന് എല്ലാവരും കേട്ടോ. അത്ഭുതത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യം. ഞാൻ എന്റെ വിഷയം പാസ്റ്ററോട് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, മകളെ ഒന്നുകൊണ്ടും നീ പേടിക്കണ്ട. നിന്റെ ഇപ്പോഴത്തെ നിന്റെ മകളുടെ ഭർത്താവിനെ വിട്ട് കളഞ്ഞിട്ട് വേറൊരുത്തന്റെ കൂടെ വിടാൻ പറഞ്ഞു. ഭർത്താവിന് മദ്യപാനമല്ല, മകളുടെ ഭർത്താവിന് ഇപ്പോഴത്തെ ഭർത്താവ് മദ്യപിക്കൂ? ഞാനത് കേട്ടു. ഞാനത് വിശ്വസിച്ച് എന്റെ വീട്ടിൽ വന്നപ്പോൾ എന്റെ മകളെ കാണാനില്ല. ഞാൻ ആദ്യമേ പേടിച്ചു പോയി. എന്നാൽ എന്റെ മൊബൈൽ എടുത്ത് ഞാൻ വിളിച്ചപ്പോൾ എന്റെ മകൾ പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, ഞാൻ ഒരുത്തന്റെ കൂടെ പോയി. വിശ്വസിക്കൂ, ദേവദാസനെ വിശ്വസിക്കൂ. അത്ഭുതം ആർക്കെങ്കിലും അത്ഭുതത്തിന്റെ സാക്ഷ്യം പറയണം. അത്ഭുതത്തിന്റെ സാക്ഷ്യം. ദൈവം എന്നെ ഇങ്ങനെ ഒരു നരമ്പിന്റെ പ്രശ്നമുള്ള ഒരു വ്യക്തിയെ ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അച്ചായൻ മറ്റേ വെടി പോകാൻ മിലിറ്ററി അച്ചാനൊരു നരമ്പിന്റെ രോഗം ഉള്ളതായിട്ട് ദൈവം പട്ടാളത്തിലെ ഇതുവഴി ഒരു ഉണ്ട പോയി. ഭയങ്കര സീരിയസ് ആയി. അച്ഛന്റെ വിഷയം ഭയങ്കര സീരിയസ് ആണ്. പിന്നെ രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ ചാടി വരിക. അച്ഛൻ എത്ര വയസ്സുണ്ട്? ഈ വയസ്സിൽ സിക്സ് പാക്ക് അത്യാവശ്യമാണ്. ഇതാണ് ദൈവത്തോട് പറഞ്ഞത്. അച്ഛന് നരമ്പിന്റെ രോഗമുണ്ട്, ആത്മാവി ശാസിക്കും. അച്ഛന്റെ കുടുംബ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ? അവരെയൊക്കെ ഇനി നാട്ടിൽ വിളിക്കണം. അപ്പോഴത്തേനും നരമ്പിന്റെ അസുഖം ബാധി കുറയും. അച്ഛനെ വേറെ ഒന്നും പറയായിരുന്നു. വിശ്വസിക്കും. വേറെ ആർക്കെങ്കിലും എന്താ അച്ഛ എവിടുന്നാ വരുന്നത്? ഞാനൊന്ന് മൂവാറ്റുപുഴയാണ്.
സിസ്റ്ററിന്റെ ശുശ്രൂഷ ഓ അനുഭവിക്കാൻ കേൾക്കണം ദൈവജനമേ, ഈ ജിനു അപ്പോസ്തലന്റെ പ്രാർത്ഥനയ്ക്ക് സന്ധിക്ക് മൂവാറ്റുപുഴയിൽ വരെ വന്നു. ഓ ഓ ഇവിടെ റിവൈവാ, ഇവിടെ റിവൈവാ. പണ്ടത്തെ സഭയിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നിടത്തെ ആ. ഉണർവൊന്നുമില്ല. ഈ പ്രായത്തിൽ അധികം ഉണരണോ അച്ഛാ? ഈ ആരാളെ പറഞ്ഞേ ഉണരൊക്കെ പിന്നെ ഉണരുണ്ടായിരുന്നു. ഓ ദൈവാത്മാവ് ബലപ്പെടുത്തിട്ട് ഉണരാൻ അധികം നേരം ഉണരേണ്ടി വരുന്നില്ല, പെട്ടെന്ന് ഉറങ്ങും. ദൈവാത്മാവ് സഹായിക്കും, ദൈവാത്മാവ് സഹായിക്കും. എനിക്ക് എന്റെ കാലിനൊന്നും അങ്ങോട്ട് വേദന. കാലിന്റെ വേദനയ്ക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ട്. അതെ, എന്റെ മക്കളൊക്കെ മക്കള് എല്ലാം കൊടുത്തിട്ട് മക്കള് കൊടുത്തേച്ച് എല്ലാം കൊടുത്തിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, നീ തന്നവരുടെ വെച്ച് കൂടുതലായിട്ട് വിളിക്കണം. ഏറ്റവും കൂടുതൽ തന്നവരുടെ പേര് ഫസ്റ്റ് വിളിക്കണം. ഓരോരുത്തരെ സൗഖ്യമാക്കാൻ പോകും, ഓരോരുത്തരെ സൗഖ്യമാക്കാൻ പോകും. അച്ഛൻ എന്താ അച്ഛൻ പ്രത്യേകം ആ തൈലത്തിന്റെ പൈസ ഒക്കെ കൊടുത്തായിരുന്നു. 12,000 രൂപ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ സൗഖ്യം പ്രാപിച്ചേ പോകും. അച്ഛൻ അവിടെ നിന്ന് ഞൊണ്ടി വരുന്നത് ദൈവാത്മാവ് കാണിച്ചു. ഇനി അച്ഛൻ ചാടി പോകും, ചാടി നടക്കാൻ വയ്യേ. ഓ പ്രശ്നം ഭയങ്കരമാണല്ലോ. ഏത് ചെവിയാ കേൾക്കാത്ത? ഈ ചെവിയാവോ ഈ ചെവിയാവോ? ഏത് ചെവിയാ കേൾക്കാത്ത? രണ്ട് ചെവി കേൾക്കത്തില്ലയോ? എത്ര നാളായിട്ട് കേൾക്കുന്നില്ല അച്ഛാ? ഓ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓ ബ്രദറെ ആ എണ്ണ, ജിനുവിന്റെ പ്രത്യേക എണ്ണ അതിങ്ങെടുക്കും. ഓ ഓ കർത്താവ് സൗഖ്യമാക്കി. ഓ സൗഖ്യം സൗഖ്യം സൗഖ്യം. അച്ഛാ കേൾക്കാവച്ച. ആ അച്ഛന് സൗഖ്യം വന്ന്. അച്ഛൻ ഇരു ചെവി ഇപ്പൊ നല്ലോണം കേൾക്കാം. ഓ സ്തോത്രം 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 സ്തോത്രം. നിന്നെ വേറെ ആരെങ്കിലും അച്ഛന് വേണ്ടി എത്ര തവണ പ്രാർത്ഥിക്കണം? അച്ഛൻ കൊടുക്കുന്ന പൈസക്ക് പോരെ. പയർ അച്ഛൻ മറ്റേ പൈസ വെള്ളത്തിന്, വിശുദ്ധ വെള്ളത്തിന്റെ പൈസ ഒരു കപ്പ് വെള്ളം ഞാൻ കുപ്പിയൊന്നുമില്ല, കുപ്പിയൊക്കെ വീട്ടിൽ തന്നെ അടിച്ചാൽ. അച്ഛൻ ആദ്യം ഈ വെള്ളം ഓപ്പറ പറഞ്ഞ കുടി, ഞാൻ പ്രത്യേക ഉപസിച്ച് പ്രാർത്ഥിച്ച വെള്ളം. അവിടെ അച്ഛന്റെ സൗഖ്യം വന്നു. അച്ഛനെ മുതൽ കിട്ടി ദൈവത്തിന്റെ സ്തുതി 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 എല്ലാവരും സ്തുതി. ഓ അച്ഛനെ സൗഖ്യം കിട്ടി, അച്ഛനെ സൗഖ്യം കിട്ടി. ഇനി വേറെ ആരെങ്കിലും ഓ ഇത് മറ്റേ ഫോണിന്റെ അഡീഷനുമായിട്ട് വന്ന ഇതിപ്പോ എനിക്ക് മകളോടൊന്നും ഉപേക്ഷിക്കാൻ. ഇത് ന്യൂജൻ കാലമാണ്. മോളുടെ കൂടെ കൂടി മൊബൈലിലൊക്കെ കളി. ആ പിന്നെ അതുകൊണ്ടല്ലേ മോൾ എത്ര നേരമായിട്ട് അവിടെ നിന്ന് കളിക്കുന്നു. എന്റെ അറിയത്തിലല്ലാതെ വേറെ അവിടെ സംഭവിക്കും. ഓ അവളുടെ കൂടെ കളി. ബ്രദറെ ആ ഫോൺ അങ്ങ് മേടിച്ചേക്ക്. മകളുടെ എല്ലാ അഡിഷനും ഇപ്പം വിട്ടുപോയി. നീ ഫോൺ കളിക്കാൻ തോന്നുമ്പോഴെല്ലാം ഒരു ടവല് നിങ്ങൾ മേടിച്ചിട്ടില്ല, ഒരു റിബൺ മേടിച്ചിട്ടില്ല, അത് വീശിയൊക്കെ ആരാധിക്കും. ഓ കർത്താവ് സൗഖ്യം തന്ന് ആ റിബണൊക്കെ വെച്ച് നിങ്ങൾ ആരാധിച്ചോണം. ഓ പിന്നെ ആ ഫോൺ വിറ്റ് കിട്ടുന്ന ഭാഷ എന്റെ മണ്ണിലോട്ട് ഇട്ടേക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന് വേറെ ആർക്കും ഒന്നും പറയാനില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാം ഞായറാഴ്ച വരുന്നില്ലേ? ബാക്കിയുള്ള സഭകളിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അഭിപ്രായം? ഇവിടുത്തെ ആരാധന മോനെ 2 വണ്ടിയും കൂടെ വേണോ മക്കളെ? ഒരെണ്ണേ ഉള്ളൂ. ഒരു അച്ഛന് സൗഖ്യം കിട്ടി. എല്ലാം ജീവിക്കുന്ന സാക്ഷ്യം. ലൈവിനകത്ത് അനേകര് വരുന്നുണ്ട്. ആൻസീനും പറഞ്ഞ സിസ്റ്ററിന്റെ മോൾക്ക് ഇന്നലെ 10 ഫുൾ എ പ്ലസ് കിട്ടി. പഠിച്ചില്ലേലും കുഴപ്പമില്ല, ജിനുവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. സ്നേഹാന്ന് പറഞ്ഞ സിസ്റ്ററിന്റെ മോള് +2 എഴുതിയിരിക്കുന്നു, ജയിക്കണമെന്നുള്ള പ്രാർത്ഥന. പഠിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കും. ഈ കള്ളന്മാരെ അത് പിശാചിന്റെ ഇടപെടലുകളാണ്. നമ്മൾ ഈ വക ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ നമുക്കെതിരെ ശത്രുക്കളൊക്കെ സർവ്വസാധാരണമാണ്. ഇതൊന്നും കണ്ട് നിങ്ങൾ പിന്നാലെ പോകരുത്. വെള്ളമൊക്കെ ഇട്ട് നടക്കുന്ന കുറെ ഡീസന്റ് ചവഞ്ഞ് നടക്കുന്നു. അവിടെ നിന്ന് പോകരുത് കേട്ടോ. എന്റെ സമയത്ത് തന്നെ വേണം. നിങ്ങൾക്ക് ഉണർവ് വേണോ? പുതിയ വീട് വേണോ? പുതിയ കാർ വേണോ? ഇവിടെ വാ. ഇന്നത്തെ ആരാധനയൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ തങ്കമാമ
ഒരു നിമിഷം കണ്ണടച്ച് എല്ലാവരും കണ്ണടച്ചിരിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചാണ്. സ്തോത്രം, ഹല്ലേലൂയ. അയ്യോ, നമ്മൾ പാസ്റ്റർമാരെ കാണാനില്ലല്ലോ. അവരിവിടെ എടുക്കപ്പെട്ടോ? സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടോ? എന്നോട് ഞാൻ പറഞ്ഞു എന്റെ കർത്താവ് അയ്യോ ഞാൻ പോയില്ല. എന്റെ പൈസ കൂടെ അമ്മായിരിക്കും. അമ്മ എന്റെ പൈസ അയ്യോ പ്രധാന വാർത്തകൾ. മുനിമാരുടെ വേഷത്തിൽ കുപ്രസിദ്ധ കള്ളന്മാരായ പാസ്റ്റർ ജിനു മോഹനും ബ്രദർ ഡിക്കു ഗുജറാത്തിൽ വെച്ച് പണക്കെട്ടുവിനിടയിലായി. മുമ്പ് ഇരുവരും റിവൈവ് ഇളമ്പൻ ചർച്ച നടത്തുമ്പോൾ വിസ പോലീസ് തിരയുന്ന പ്രതികളായിരുന്നു. പ്രിയ ദൈവമക്കളെ, വചനം ഇപ്രകാരം പറയും, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുകയും. അവർ ആടുകളുടെ വേഷത്തിൽ കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, ആകെയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. ഇങ്ങനെയുള്ളവർ നമ്മുടെ ഇടയിലുമുണ്ട്. അവരുടെ കെണിയിൽ അകപ്പെടാതെ കർത്താവിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതിനായി ക്രിസ്തു പറഞ്ഞ വഴികളിൽ മാത്രം നടന്നുകൊണ്ട് കർത്താവിന്റെ രണ്ടാം വരവിനെ നോക്കി പാർക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.